എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു റൈത്തയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പുലാവിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പുലാവിൻ്റെ ഒപ്പം പോകുന്ന ഒരു റൈത്തയാണിത്. റൈത്തയുടെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെജിറ്റബിൾ റൈത്തയായിരുന്നു. ഇതൊരു ലീഫി വെജിറ്റബിളാണ്, പാലക് റൈത്ത. അപ്പോൾ പാലക്ക് നമുക്കങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്ന് ബോയിൽ ചെയ്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു പിടി, അപ്പോൾ നിങ്ങൾക്ക് പാലക്കിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. ഞാനപ്പോൾ നമ്മുടെ കയ്യിൽ എടുക്കുന്ന ഒരു പിടി പാലക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് 2 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് എടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ റൈത്ത ഉണ്ടാക്കാൻ. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റൈത്തയാണിത്. പ്രത്യേകിച്ച് ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു റൈത്തയാണ്. നിങ്ങൾക്ക് പുലാവിൻ്റെയോ ബിരിയാണിയുടെയോ അല്ലെങ്കിൽ റൈസിൻ്റെ സാധാ റൈസിൻ്റെയൊക്കെ ഒപ്പം സൈഡ് ഡിഷായിട്ട് ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലേക്ക് ഈ പാലക്കിനെ ഇട്ട് കൊടുക്കുകയാണ്. ജീരകവും പിന്നെ പച്ചമുളകും മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ആ തൈരിൻ്റെ അളവനുസരിച്ച് കുറച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പാലക്കിനെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നോർമൽ മറ്റേ വെജിറ്റബിൾ റൈത്തയിൽ ചെയ്ത പോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു തടുക്കയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഗീയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമ്മുടെ റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തടുക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പാലക് റൈത്ത ഭയങ്കര ടേസ്റ്റി ഹെൽത്തിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇനി ഇത് സെർവ് ചെയ്യണതിന് മുന്നായിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു തടുക്ക് ഇരട്ടെ. തടുക്ക് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഗീയിൽ ആണ് നമ്മൾ തടുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഈ റൈത്ത ഇതുപോലെ നല്ല തിക്കായിട്ടാണ്, ഇത് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലവർക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറച്ച് ഏകദേശം ഒരു 1/2 കപ്പ്, ഒരു 1/2 ലിറ്റർ തൈരാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഐസ് വാട്ടറും കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷേ അപ്പോൾ റൈത്ത കുറച്ചും കൂടിയും ലൂസായിട്ട് വരും. തിക്കായിട്ട് കൺസിസ്റ്റൻസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഞാനതേ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര ഹെൽത്തിയുമായിട്ടുള്ള പാലക് റൈത്ത അവിടെ റെഡി ആയിട്ടുണ്ട്. പുലാവിൻ്റെയും ബിരിയാണിയുടെയും കൂടെ എന്നും കുക്കുംബർ സലാഡ് കുക്കുംബറോ അല്ലെങ്കിൽ തക്കാളിയോ ഓണിയനോ ഒക്കെ വെച്ചിട്ടുള്ള റൈത്തയായിരിക്കും നിങ്ങൾ എന്നും ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതും എൻ്റെ കുക്കിംഗ് ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.